ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആക്സിഡന്റിന് മുമ്പുള്ള എന്നെ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ പഴയ ചില ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ. ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഞാനന്ന് ഡോക്ടറോട് പറഞ്ഞല്ലോ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല ഡോക്ടർ. അവരുടെ പേരിലുള്ള സ്വത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ദത്തെടുക്കുന്ന കുട്ടിയുടെ പേരിൽ എഴുതി കൊടുത്തേ പറ്റൂ. അത് ദത്തെടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യുകയും വേണം. ആ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അവർ കുട്ടിയെ കൈമാറൂ. ഇവിടെ അവന്തിക ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാ? നമ്മളെയും നെല്ലിശ്ശേരി കുടുംബത്തിനെയുമാണ്. സേതു അങ്കിളിനെയും മക്കളെയും ചതിച്ച് അവന്തിക സ്വന്തമാക്കിയ സ്വത്തുക്കൾക്കെല്ലാം നാളെ ആ കുട്ടിയായിരിക്കും അവകാശി. അപ്പോ കോടതിയിൽ കിടക്കുന്ന കേസോ? കേസ് തീരുമ്പോ നമുക്ക് അനുകൂലമായിട്ട് വിധി വരത്തില്ലേ? കോടതി വിധി നമുക്ക് അനുകൂലമായ സ്വത്തുക്കളെല്ലാം അവളെ നമുക്ക് തിരിച്ചു തന്നല്ലേ പറ്റൂ. അവിടെയാണ് അവന്തികയുടെ ബുദ്ധി. കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധിയായാൽ സ്വത്തുക്കളെല്ലാം നമുക്ക് തിരിച്ചു തരേണ്ടി വരുമെന്ന് അവൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷേ മൈനറായ ഒരു കുട്ടിയുടെ പേരിൽ അത് എഴുതി വെച്ചാ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നായിരിക്കും അവള് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളിനി എന്താ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് ഒരു നല്ല വക്കീലിനെ നമ്മുടെ കേസ് ഏൽപ്പിക്കണം. ആ കുട്ടിയെ ദത്തെടുത്തത് സ്നേഹം കൊണ്ടല്ല, തട്ടിയെടുത്ത സ്വത്തുക്കൾ ഒളിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് നമ്മൾ കോടതിയിൽ തെളിയിക്കണം. അതിനാണ് മിടുക്കനായ ഒരു വക്കീൽ വേണ്ടത്. അപ്പൊ 100% നമുക്ക് ആ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലേ? തീർച്ചയായും കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അതിനു മുൻപ് നമ്മൾ കണ്ടെത്തേണ്ടത് മുരുകനെയും കനിയെയുമാണ്. എങ്ങനെയെങ്കിലും ഓർഫനേജിലെ ആ ജോലിക്കാരെ ഉപയോഗിച്ച് അവരുടെ അഡ്രസ് തപ്പിപ്പിടിക്കണം. എന്നിട്ട് തക്കലയിൽ പോയി അവരെ കാണണം. ഇവിടെ നിന്ന് നമ്മൾ എന്തു പറഞ്ഞു പുറത്തു പോവും? എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ട്രീറ്റ്മെന്റ് നടക്കുമല്ലേ, അതിന്റെ പേരും പറഞ്ഞു പോവാം. നീ കൂട്ടിന് വരുന്നെന്ന് പറഞ്ഞാ മതി. ആ, അതുകൊള്ളാം. ഉഗ്രൻ ഐഡിയ. അപ്പോ നമ്മുടെ അടുത്ത ലക്ഷ്യം മുരുകനും കനിയും. അവരെ കണ്ടുപിടിച്ചാൽ മാത്രമേ കുഞ്ഞിനെ ദത്തെടുത്തതിനു പിന്നിലുള്ള ഗൂഢതന്ത്രം എന്താണെന്നുള്ളത് കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. അത് തെളിയിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ നമുക്ക് തിരിച്ചു കിട്ടൂ. എത്രയേ? 100. ഡോക്ടർ ഹർഷൻ പേഷ്യന്റ് ആണോ? ആ, ഞാൻ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. ഓ, അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലേ? കമിൻ. ഹർഷൻ, യുവർ പേഷ്യന്റ് ഈസ് വെയിറ്റിംഗ്. ഇരിക്കൂ.
സോറി, ഞാൻ അല്പം തിരക്കിലായിരുന്നു. സമൃദ്ധ ഇരിക്കൂ പ്ലീസ്. സമൃദ്ധയുടെ കേസ് തനിക്കും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. യു ക്യാരി ഓൺ. പറയൂ സമൃദ്ധ, എന്താ ശരിക്കുള്ള പ്രോബ്ലം? ഡോക്ടർ, ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അന്ന് ഡോക്ടർ സമദ് ഫൈസലിനെ കണ്ടിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് ഒക്കെ തന്നു. എന്താ ഇപ്പൊ സമൃദ്ധയുടെ പ്രോബ്ലം? തുടർച്ചയായിട്ട് വരുന്ന തലവേദന, പിന്നെ പഴയതൊന്നും ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആക്സിഡന്റിന് മുമ്പുള്ള എന്നെ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ പഴയ ചില ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ. ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഞാനന്ന് ഡോക്ടറോട് പറഞ്ഞല്ലോ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല ഡോക്ടർ. അത് ചിലപ്പോ ഒരു ടെക്നിക്കൽ എറർ ആയിരിക്കാം. ഞാൻ പണ്ട് വീണയിൽ കീർത്തനം വായിച്ചിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞാനിപ്പോൾ അതിന് ശ്രമിക്കുമ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല. പണ്ട് ഞാൻ ഇഷ്ടത്തോടെ കഴിച്ചിരുന്നു എന്ന് പറയുന്ന പല ഭക്ഷണവും എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാനും പറ്റുന്നില്ല. മോക്ക് വേണ്ടിയാ ഇന്ന് ഞാനിത് ഉണ്ടാക്കിയത്. പണ്ട് മോളെ എത്ര തവണ എന്നെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ഞാൻ ഏതോ ഇരുട്ടില് രൂപമില്ലാതെ നിൽക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഇൻട്രസ്റ്റിംഗ്. എ ലേഡി ഇൻ ഡാർക്ക്നെസ്. വാട്ട്സ് യുവർ ലാസ്റ്റ് മെമ്മറി? ഹർഷൻ, പ്ലീസ്. ഓർമ്മയിലുള്ള അവസാനത്തെ കാര്യം എന്താന്ന് പറയാമോ? കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോ ആദ്യം ഞാൻ അന്വേഷിച്ചത് എന്റെ കുഞ്ഞിനെയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ടത് അപരിചിതമായിട്ടുള്ള ചില മുഖങ്ങളാ. ആക്സിഡന്റ് സംഭവിച്ചിട്ടും കുഞ്ഞ് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അല്ലേ? ആ, അതെ, ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് ആരെയാ?